പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 21 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് കരമുയർത്തി പറഞ്ഞ്, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പസമയം കൂടെ കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഉറക്കെ പറ, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. 111 സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞത്, യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. കർത്താവിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യം, തൻ്റെ ഭക്തന്മാർക്ക് കർത്താവ് ആഹാരം കൊടുക്കുന്നു, കർത്താവ് തൻ്റെ നിയമത്തെ ഓർക്കുന്നു. അവൻ അതിൻ്റെ 10-ാമത്തെ വാക്യം, കർത്താവ് തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. 11, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. കർത്താവിൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ അടച്ചാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പോൾ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ദിവസത്തെ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു കഴിഞ്ഞല്ലോ, അതിനായിട്ട് സ്തോത്രം. സകല തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ഞങ്ങളുടെ അപ്പൻ നന്മ നൽകുന്ന ദൈവമാണ്. ഞങ്ങളുടെ പിതാവ് നന്മ നൽകുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. ആമേൻ. ആരോഗ്യം ഞങ്ങൾ സ്വീകരിക്കുന്നു, സമാധാനം ഞങ്ങൾ സ്വീകരിക്കുന്നു, സന്തോഷം ഞങ്ങൾ സ്വീകരിക്കുന്നു, സമൃദ്ധി ഞങ്ങൾ സ്വീകരിക്കുന്നു, സ്വസ്ഥതയെ സ്വീകരിക്കുന്നു, ദൈവിക ജ്ഞാനത്തെ സ്വീകരിക്കുന്നു, ദൈവിക പരിജ്ഞാനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമേറിയ കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുവാനും അനേകർക്ക് ഞങ്ങൾ അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തിന്മേൽ ദൈവിക ബലം വ്യാപരിക്കട്ടെ. ആമേൻ. ബാല്യക്കാർ വീണുപോകും, യൗവനക്കാർ ആമേൻ ക്ഷീണിച്ചു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നസറേനായ യേശുവിൻ നാമത്തിൽ ശക്തി പുതുക്കപ്പെടട്ടെ, ശക്തി പുതുക്കപ്പെടട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ ശക്തി പുതുക്കപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആരോഗ്യം ആമേൻ ആയുസ്സും തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവെ, അങ്ങേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ ദൈവകൃപ, ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കർത്താവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ആമേൻ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, കീമോതെറാപ്പി മാതിരിയുള്ള ആമേൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് അത്ഭുതകരമായ ആശ്വാസവും സമാധാനവും കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നീറ്റിൻ്റെ എക്സാം ആണല്ലോ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊടുത്തവരെ അനുഗ്രഹിക്കണം, പരിശുദ്ധാത്മാവരെ സഹായിക്കണം. കർത്താവേ, അവരുടെ ജ്ഞാനം, ബുദ്ധി, അവരുടെ ഓർമ്മശക്തി എല്ലാം വർദ്ധിക്കട്ടെ. കർത്താവ് അവരുടെ കൈയോടുകൂടെ ഇരിക്കണം, അവരുടെ ബുദ്ധിയോടുകൂടെ ഇരിക്കണം. അത്ഭുതകരമായി ഉന്നതമായ വിജയം നേടുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണം. അതുപോലെ കർത്താവെ, ഈ പ്രഭാതി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവെ കർത്തൃ ദിവസം ലോകവ്യാപകമായി ആരാധന നടക്കുന്നു. പരിശുദ്ധാത്മാവെ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഒരു ഉണർവിനെ ഇന്നത്തെ പകൽക്കാലം കർത്താവ് അയക്കണമേ. കർത്താവ്, ഓരോ സഭായോഗങ്ങളിലും ആത്മപകർച്ചകൾ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. എല്ലാ മഹത്വം അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്
നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് നാളെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം 29-ാം തീയതിയും 30-ാം തീയതിയും ആമേൻ 1-ാം തീയതി ബുധനാഴ്ച ജൂലൈ 1-ാം തീയതി 3 ദിവസം നമ്മൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ അത് നിങ്ങളുടെ കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കുക. 29, 30, 1 ഈ 3 ദിവസങ്ങൾ പ്രാർത്ഥനയും ഉപവാസവുമായിരിക്കും. പ്രത്യേകമായിട്ട് അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നിന്നുമാണ് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. 2-ാമത്തെ ലേഖനം, അതിന് ഒരധ്യായമേ ഉള്ളൂ. അതിന് 8-ാമത്തെ വാക്യം, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുകയാണ്. ആമേൻ. നമ്മുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ നാം എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് ഒരു വാണിംഗ് ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. യോഹന്നാൻ ലേഖനം എഴുതിയത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല, ലോക മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല. യോഹന്നാൻ ലേഖനം എഴുതുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് യോഹന്നാൻ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിൽ പറയുക, നിങ്ങൾ പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ പൂർണ്ണ പ്രതിഫലത്തിന് വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. അപ്പം എന്താണ് ഈ യോഹന്നാൻ അങ്ങനൊരു ലേഖനം എഴുതുവാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനൊരു വാക്യം വരുവാനുള്ള കാരണം എന്നാണ്? പല ദൈവമക്കളും വളരെ ശുഷ്കാന്തിയോടെ വളരെ മനോഹരമായി ആരംഭിക്കും. ആമേൻ. പക്ഷേ ഓൺ ദ വേയിൽ, യാത്രയുടെ മധ്യേ അവർ അശ്രദ്ധരാകുകയും അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും ആമേൻ അവർ ആത്മീകമായി പ്രാപിച്ച പലതും അവർ തന്നെ അറിയാതെ അവരിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പലരെയും നമുക്ക് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ പലരെയും നോക്കിയാൽ മതി. ആത്മീകമായി അവരിറങ്ങിയപ്പോൾ വളരെ തീഷ്ണതയോടുകൂടെ ഇറങ്ങി, വളരെ ആത്മീക അനുഭവങ്ങളും നിറവുകളും ഒക്കെ ഉണ്ടായി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ മുൻപോട്ട് പോയ വഴിയിൽ, യാത്രയുടെ നടുവിൽ പലപ്പോഴും അതിനെ നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, ഈ പ്രഭാതത്തിൽ നമ്മൾ ആരംഭിച്ചു, ഇനി നമ്മളിലൂടെ അത് വ്യക്തമായി പൂർത്തീകരിക്കപ്പെടുവാനും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തെ പൂർണ്ണമായി പ്രാപിക്കുവാനും ആമേൻ നമ്മൾ ഉത്സാഹികളായിരിക്കണമെന്നാണ് ഓർപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ വിശ്വാസത്തിലിറങ്ങി മുന്നോട്ട് പോകുമ്പം ചിലർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, ചിലർ ഡിസ്കറേജ്ഡ് ആയി പോകും, ആരും പ്രോത്സാഹിപ്പിക്കാനില്ല, ചിലർ ഒഫൻഡഡ് ആയി പോകും. ചിലപ്പം അവരെ നടത്തുന്നവരോ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരെയോ ചില സ്വഭാവങ്ങളോ രീതികളോ ഒക്കെ കാരണം അവർ ഒഫൻഡഡ് ആയി പോകും. ചിലപ്പോൾ ആത്മീകമായി അങ്ങ് അലസന്മാരായി പോകും. അപ്പോൾ അങ്ങനെ ഒരു 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 അനുഭവം ഉണ്ടാകാതിരിക്കണമെന്നാണ് യോഹന്നാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പറയുക, പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്ന എന്തുവാ, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാ? അപ്പം നമുക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും അവസരങ്ങളും ആത്മീക ജയങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ആമേൻ. ദൈവം നമുക്ക് ദാനമായി തന്നതാണ് രക്ഷയെന്ന് പറയുന്നത്. പക്ഷേ ബിലീവേഴ്സ് എന്ത് ചെയ്യണം? വിശ്വാസികളായി നമ്മൾ എന്ത് ചെയ്യണം? ഈ യാത്രയിൽ വിശ്വസ്തരായി നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ നടപ്പിനെ ക്രമീകരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു നല്ല ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്തു? തൻ്റെ ലാൻഡൊക്കെ പ്രിപ്പയർ ചെയ്തു, തൻ്റെ വിത്ത് വിതച്ചു, വെള്ളം ഒഴിച്ചു, ആമേൻ ആ വിത്തിനെയൊക്കെ വളരെ ശ്രദ്ധിച്ചു. ആമേൻ. അപ്പോൾ അതിൻ്റെ കൊയ്ത്ത് കാലമാകുമ്പോൾ, ആ സമയമാകാറാകുമ്പോഴത്തേക്കിന് അദ്ദേഹം തൻ്റെ വയലിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ കയറി ഇറങ്ങുവാനും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും? വളരെ പെട്ടെന്ന് തൻ്റെ ഹാർവെസ്റ്റ് അല്ലെങ്കിൽ തൻ്റെ കൊയ്ത്ത് നഷ്ടമായി പോകും. അപ്പം ഈ ഇത്രയും കാലത്തെ തൻ്റെ കഷ്ടപ്പാടുകൾ, പ്രയത്നങ്ങൾ വ്യർത്ഥമായി തീരും. അതുപോലെ പലരുടെയും ജീവിതത്തിൽ ആമേൻ നമ്മൾ വളരെ തുടക്കത്തിൽ നല്ല ഭംഗിയായിട്ട് തുടങ്ങി, നല്ല പ്രാർത്ഥിച്ചു, ദൈവവചനം ധ്യാനിച്ചു, പ്രാർത്ഥനയിൽ മുന്നേറി, ആമേൻ ശുശ്രൂഷയിൽ മുന്നേറി, കുടുംബമായിട്ടൊക്കെയും ഭയങ്കര കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വരുമ്പോൾ ബൈബിൾ പറയുക, ആമേൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രയത്നഫലം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ബൈബിളിൽ നമ്മൾ ഉദാഹരണമായ സാംസനെ സംബന്ധിച്ച്, ശിംശോൻ വളരെ ശക്തനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ എന്തു പറ്റി?
താൻ നഷ്ടപ്പെട്ടു പോയില്ലേ, തൻ്റെ പ്രയത്നഫലം വെറുതെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് അങ്ങനെ ആകരുത്. പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്ത ദേമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, അവൻ ദൈവത്തെ വിട്ടുപോയി. ആദ്യം നല്ല തീക്ഷ്ണതയോടെ പൗലോസിനോട് ശുശ്രൂഷയിൽ നിന്ന മനുഷ്യനായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ പൗലോസിനെ കുറിച്ച് പറയുക, പൗലോസ് അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ ആയിരിക്കണം, ഓട്ടം തികയ്ക്കുന്നവരായിരിക്കണം. അവൻ ഇപ്പം 500 മീറ്റർ ഓടാൻ ഇറങ്ങിയവൻ, 1000 മീറ്റർ ഓടാൻ ഇറങ്ങിയവൻ 100 മീറ്റർ നല്ല ആവേശത്തോടെ ഓടി, 200 മീറ്റർ ഓടി, പിന്നീട് ശ്രദ്ധിച്ചില്ല, പിന്നീട് കെയർലെസ് ആയിപ്പോയി, അവസാനം എന്ത് പറ്റി? ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ആകരുത്. നല്ല ഫിനിഷിങ് ചെയ്യണം, പൂർണ്ണ പ്രതിഫലം പ്രാപിക്കണം. കരമുയർത്തിയപ്ര പൂർണ്ണ പ്രതിഫലം പ്രാപിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു മടുപ്പൊക്കെ അടിക്കും, പ്രാർത്ഥനയിൽ ഒരു ക്ഷീണമൊക്കെ തോന്നും. പക്ഷേ അത് നിർത്തരുത്. പ്രാർത്ഥനയിൽ ക്ഷീണം വരുമ്പോൾ പ്രാർത്ഥന കൂടുതലായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ. പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൂടെ കൂടണം. ആമേൻ. 2, ആമേൻ, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ആമേൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മൾ അതിനെ ഒരു സാധാരണ ബന്ധമായിട്ട് കാണല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയതും പ്രാധാന്യമായി നമ്മൾ കൽപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധവും. ആ ബന്ധത്തിന് ക്ഷീണം വരുന്ന ഒന്നും നമ്മൾ ചെയ്യല്ലേ. പ്രത്യേകിച്ച് കൂട്ടായ്മ ബന്ധം, ആരാധനയുമായിട്ടുള്ള ബന്ധം, സഭയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ നമ്മുടെ ക്യാരക്ടർ, ആദ്യമൊക്കെ നമ്മൾ വിശുദ്ധിയും വേർപാടും ഒക്കെ വളരെ ശ്രദ്ധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ എല്ലാവരും ഒക്കെ അങ്ങനെ നിങ്ങൾ പറയില്ല. അവരാരും ആയിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, കർത്താവിൽ ആശ്രയിച്ച് സ്വഭാവം പ്രത്യേകം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൂടാതെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒഫൻസസ്. നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ എഫക്റ്റീവ്നെസ്സും എല്ലാം എങ്ങനെ പോകും? മറ്റു ചിലർ കാണിക്കുന്ന ഓരോന്നൊക്കെ കണ്ട് നമ്മൾ ഒഫൻഡഡ് ആയി പോകും. അതുകൊണ്ട് അതിനകത്ത് ഒഫൻഡഡ് ആകല്ലേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി മുന്നോട്ട് പോവുക. ആത്മീയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഭൗതിക കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കരുത്. എല്ലാം ആത്മീയ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം, ആരാധനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം, വചനം ധ്യാനിക്കാൻ, സഭയ്ക്ക് ദൈവിക വേലകൾക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മുന്നേറുവാൻ കഴിയും. ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച്, ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്, ആ നടത്തം എങ്ങനെയുണ്ട്? തുടക്കത്തെ പോലെ ആണോ, അതോ ഇപ്പം എന്തെങ്കിലും ഇച്ചിരി പുറകോട്ട് മാറിയിട്ടുണ്ടോ, ഇച്ചിരി സൈഡിലോട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച്. തുടങ്ങിയപ്പോൾ നല്ല ആത്മീക തീക്ഷ്ണതയും വളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വളർച്ച അതുപോലെ നിൽക്കുകയാണോ, അതോ നിരന്തരം വളർന്നുകൊണ്ടിരിക്കണം? കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ നിരന്തരം വളരണമെന്ന്. അതുപോലെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആത്മീക അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഇതുവരെ എത്തി, പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നടക്കുക, വിശ്വസ്തയോടുകൂടെ നടക്കുക, പ്രാർത്ഥനയോടുകൂടെ നടക്കുക. നമ്മളിൽ കർത്താവ് എന്താരംഭിച്ചു അത് കർത്താവ് നമ്മളിൽ പൂർത്തീകരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസ്തരായി നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ശബ്ദം കേട്ട എല്ലാവരും അന്ത്യം വരെ വിശ്വസ്തരായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ആരുടെയും വഴി മുടങ്ങിപ്പോകല്ലേ, ആരും ഡിസ്ട്രാക്റ്റഡ് ആയി പോകല്ലേ, ആരും തെറ്റിപ്പോകാൻ ഇടവരരുത്. കർത്താവെ, അവരുടെ പ്രയത്നഫലം പൂർണ്ണമായി പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് പൂർണ്ണമായി ഏറ്റവും ഭംഗിയായി ഫിനിഷ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. കൈകൾ ഉയർത്തി പറഞ്ഞ്, ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചേ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.